കടൽ മണൽ ഖനനത്തിനെതിരായി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ജനതാ മത്സ്യത്തൊഴിലാളി HMS പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഡോക്ടർ നീല ലോഹിതദാസ് നാടാർ സമരം ഉദ്ഘാടനം ചെയ്തു. കടലും കടൽ സമ്പത്തും വൻകിട കുത്തകകൾക്ക് അടിയറ വെക്കരുത്. മുൻ മന്ത്രിയും RJD സംസ്ഥാന സെക്രട്ടറി ജനറലുമായ ഡോക്ടർ നീല ലോഹിതദാസ് നാടാർ ആവശ്യപ്പെട്ടു. കടൽമണൽ ഖനനത്തിനെതിരായി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ജനതാ മത്സ്യത്തൊഴിലാളി യൂണിയൻ HMSന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നീല ലോഹിതദാസ് നാടാർ. മണൽ ഖനനവും ടെൻഡർ നടപടികളും നിർത്തിവെക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നീല ലോഹിതദാസ് നാടാർ ആവശ്യപ്പെട്ടു. തുടർന്ന് കേരളത്തിന്റെ മലയോരങ്ങളെയും കടലോരങ്ങളെയും കായലോരങ്ങളെയും ഒക്കെ ബാധിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 സമര തന്ത്രങ്ങളായി ചുറ്റപ്പെട്ടതാണ്. അറേബ്യൻ സമുദ്രം, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യ മഹാസമുദ്രം. ഇന്ത്യ മഹാസമുദ്രത്തിൽ വളരെ മുമ്പ് തന്നെ ലോകത്തിലാളുന്ന സാമ്രാജ്യ ശക്തികൾ അവരുടെ നോട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈഗോ ഗാർഷ്യയിൽ അമേരിക്ക സൈന്യ താവളങ്ങൾ ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ എന്നെപ്പോലുള്ള ആളുകൾ പാർലമെന്റിനകത്തും പുറത്തും ആ പ്രശ്നം ഉയർത്തി ശക്തമായി പ്രക്ഷോഭരംഗത്ത് വന്നിട്ടുള്ളതാണ്. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഈഗോ ഗാർഷ്യയിൽ ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ വേണ്ടത്ര ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഡൽഹിയിൽ നടന്ന ചേരിചേരാ ഉച്ചകോടിയിൽ ഈഗോ ഗാർഷ്യയിൽ വൻ ശക്തികൾ തമ്മിലുള്ള മത്സരം നടക്കുന്നതല്ലാതെ അമേരിക്കയുടെ പേര് പറഞ്ഞൊരു പ്രമേയം പാസാക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സാമ്രാജ്യത്തിൽ രാജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുകയാണ്. അത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. നമ്മുടെ എല്ലാ പ്രകൃതി സമ്പത്തും ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റ് കുത്തകകളെയും അതുവഴി ലോക മുതലാളിത്ത ശക്തികളെയും സാമ്രാജ്യത്വ ശക്തികളെയും അനുവദിക്കുന്ന അവർക്ക് അവസരമൊരുക്കുന്ന നടപടികളാണ് മാറി മാറി ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ള BJPയുടെയും കോൺഗ്രസിന്റെയും ഭരണകാലത്തുണ്ടായിട്ടുള്ളത്. ധർണയിൽ ബേബി കുര്യാടി അധ്യക്ഷത വഹിച്ചു. സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് AT ശ്രീധരൻ, അഡ്വക്കേറ്റ് C വിനോദ്, പ്രസാദ് വിലങ്ങിൽ, C കുമാരൻ, PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ഇസ്മായിൽ ചാലിയം, രാജൻ കൊളാവിപ്പാലം എന്നിവർ സംസാരിച്ചു. MV പവിത്രൻ സ്വാഗതവും മോഹനൻ MP നന്ദിയും പറഞ്ഞു. धरना समरम जिंदाबाद।